ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ എന്താ ഓസ്ട്രിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായി ഞാൻ ഓസ്ട്രിയയിൽ എത്തിയിട്ട്. ഇൻസ്ബ്രുക്കിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലിക്സ് ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. മ്യൂണിക്കിൽ നിന്ന് ഞാൻ ആൻസിനോടൊക്കെ ബായ് പറഞ്ഞ് ഞാൻ പിന്നെ ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അതായത് ലാസ്റ്റ് BMW ആ ഒരു മ്യൂസിയത്തിൽ പോയതിനു ശേഷം അപ്പം ഞാൻ ബായ് പറഞ്ഞ് നിർത്തിയതാണ് ലാസ്റ്റ് എപ്പിസോഡിൽ. പിന്നീട് ഞാൻ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി ബാഗൊക്കെ പാക്ക് ചെയ്ത് രണ്ടാമത് ഞാൻ വന്നതാണ് കേട്ടോ. സോ ഞാനപ്പോൾ ഓസ്ട്രേലിയയിൽ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആളെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലിക്സ് ബസ് ഇറങ്ങിയ സമയത്ത് തന്നെ. ഹായ് ഗൈസ്, ഞാൻ ദിവ്യ ഇപ്പൊ മീറ്റ് ചെയ്തേ ഉള്ളൂ, പരിചയപ്പെട്ടു. ഇനി എല്ലാം റെഡിയാക്കണം, സെറ്റ് ആക്കണം. ഓക്കെ, ഇവിടെ അപ്പൊ നമ്മളിനി ബസ് വിളിച്ചിട്ട് പോണല്ലേ? ഇനി ബസ്സിൽ ഒരു ബസ് കയറിയാ പോലെ ഡയറക്റ്റ് നമ്മളിപ്പോ സമയം 11 മണി ആവാനായിട്ടുണ്ടല്ലേ? 10:57 നമുക്ക് ബസ് അല്ലേ? 10:30 ആയപ്പോ ഞാൻ നേരത്തെ എത്തിയില്ലേ? കുറച്ച് നടക്കാനുണ്ടായിരുന്നു, നടന്നു ഇപ്പൊ ഇവിടെ വന്നു. നമ്മളിതാ ബസ് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടുന്ന് നമ്മളിനി റൂമിലേക്ക് പോണം അല്ലേ? വിശക്കുന്നുണ്ട്, നന്നായി വിശക്കുന്നുണ്ട്. രണ്ടുപേർക്കും വിശക്കുന്നുണ്ട് പാവം. പക്ഷെ എന്നെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഏകദേശം 3 മണിക്കൂർ ഏതാണ്ട് 3 മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം വീട്ടിൽ പോയിട്ട് വീണ്ടും എന്നെ പിക്ക് ചെയ്യാൻ വന്ന ടയർഡാവെന്ന് പറഞ്ഞു. ജോബ് ചെയ്തിട്ട് അല്ലെ? ഇവിടെ ആക്ച്വലി പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ? രണ്ടും. ഓക്കെ, അപ്പൊ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, റൂമിൽ പോവാം. ബസ്സിന് വെയിറ്റ് ചെയ്യാണ്, ബസ് വരട്ടെ. ഹലോ, ഇന്നലെ രാത്രി ഞാൻ പിന്നെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്നപ്പോൾ 2:30 ആയി. പിന്നെ അതിന് ശേഷം ഞാൻ എന്താ ഉച്ചയായിട്ടോ എണീച്ചിട്ട്. ഉച്ച സമയമാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ നോക്കിയേ എന്ത് രസമാണ്, കണ്ടോ? അടിപൊളിയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എയർപോർട്ട്. കണ്ടോ, ഫുൾ മൗണ്ടെയിൻസ് ആൽപ്സ് ഒക്കെയാണ് കാണുന്നത്. നോക്കി അങ്ങ് ദൂരെ. ആക്ച്വലി എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇൻസ്ബ്രുക്ക് സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി ബസ് എടുത്തിട്ട് വേണം പോകാൻ. ഞാൻ ഡെയിലി പാസ് ഉണ്ട്. ഡെയിലി പാസ് എന്ന് പറയുമ്പോൾ 24 hours ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബസ്സിൽ വേണം പോകാൻ. ബസ്സിന് ഏതാ ഉള്ളതെന്നൊക്കെ നോക്കട്ടെ. എൻ്റെ പ്ലാന് സിറ്റിയിലേക്ക് പോകാനായിരുന്നു. പക്ഷേ ഇവിടെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളും നൈസായിട്ടുള്ള മൗണ്ടെയിൻസ് ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. സിറ്റി എന്തായാലും എനിക്ക് കാണാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയുള്ള വീടുകളും വില്ലേജും മൊത്തത്തിലുള്ളൊരു ഇത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് സ്പ്രിംഗ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ആയതുകൊണ്ട് എല്ലാവിടെയും നല്ല പൂക്കളാണ്. നോക്ക്, അവിടെ ചെറി ബ്ലോസം, ഇവിടെ മഞ്ഞ കളറിൽ, വേറെ സ്ഥലത്ത് വൈറ്റ് കളറിൽ. കണ്ടോ അവിടെയൊക്കെ നോക്ക്, മൗണ്ടെയിൻസിൽ ഇങ്ങനെ ഏറ്റവും ടോപ്പിൽ മഞ്ഞ് മൂടി കിടക്കുന്ന കാണാം. അങ്ങ് ദൂരെ കാണുന്ന ആ കുട്ടി കുട്ടി ഇതുണ്ടല്ലോ, അതൊരു അടിപൊളി വില്ലേജാണ്. എനിക്കതൊക്കെ കാണാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഞാനാകെ കുറച്ച് ടൈമേ ഇവിടെ ഉള്ളൂ. കണ്ടോ, ഇവിടെയും ഒരു വില്ലേജ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് തോന്നുന്ന വഴിയിലൂടെയൊക്കെ ഞാൻ പോവാണ്. അങ്ങനെ എങ്ങോട്ടാ എന്നൊന്നും എനിക്കൊരു പ്ലാനില്ല. ഇവിടെ മൊത്തം ഒന്ന് ഈ വില്ലേജും ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇത് കാണാൻ തന്നെ നൈസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഇവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. മൗണ്ടൈനിലേക്കുള്ള വഴിയാണോ എങ്ങോട്ടുള്ള വഴിയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് എന്തോ ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കൊക്കെ പോകുന്ന പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് ഇവിടെ ഒരുപാട് ട്രക്ക് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ എന്നാലും വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്തു. അത് കൂടെ ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോകുന്നു. അതേ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കുറേ ആൾക്കാർ നടന്നു പോകണു. എന്ത് രസമാണ് നോക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇത്രയും രസമുള്ള ഒരു സ്ഥലമുള്ളപ്പോൾ ഞാൻ എങ്ങനെ സിറ്റി കാണാൻ പോകും? നിങ്ങൾ തന്നെ പറ. ഇത് കണ്ടിട്ട് ഭയങ്കര രസമുണ്ട്. ഹായ്, where are you going? You're going for hiking? Yes, we do. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഇവിടെ ഹൈക്കിങ്ങിനുള്ള സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സീനില്ല. ഞാനാണെങ്കിൽ ഒന്നും കഴിക്കാണ്ടൊക്കെ ഹൈക്കിങ്ങിന് പോകുന്നത്. എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ, കാണാൻ നൈസായിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പോൾ വേറെ ആരൊക്കെയോ ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ട്രക്കിങ്ങിനുള്ള സ്ഥലം തന്നെയാണ്. അവിടെ കണ്ടോ കുറേ ആൾക്കാർ പോകുന്നത്, അവരൊക്കെയും ട്രക്കിങ്ങിന് പോകുന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഞാൻ താമസിക്കുന്നതിൻ്റെ ബാക്കിൽ ട്രക്കിങ്ങിൻ്റെ സ്പോട്ടാണ്, അതുകൊണ്ട് സീനില്ല. ഇവിടെ ഓൾമോസ്റ്റ് സ്പ്രിംഗ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി കാണാൻ. നോക്കി, വാവ്, ഫുൾ ഗ്രീൻ കളറിൽ നല്ല അടിപൊളി വില്ലേജും അതിൻ്റെ പുറകിൽ ഇതേ മൗണ്ടെയിൻസും. വാവ്, നൈസാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, കുറേ ആൾക്കാർ ട്രക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ട്രക്ക് ചെയ്തിട്ടിപ്പോൾ ഏതോ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. പലരും പല വഴി കൂടെയൊക്കെ വന്നിട്ടില്ലേ. ഒരു പാർക്കിലേക്കാണ്, ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞത്
അതിൻ്റെ മുകളിൽ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, അവിടുന്ന് കഴിക്കാമെന്നൊക്കെയാണ്. എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇത് അവരൊക്കെ ട്രക്കിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ട്രക്കിന് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊന്നും പോയി നേരെ മൗണ്ടൈൻ്റെ മുകളിലൊക്കെ എത്തുന്നു. നോക്ക്, ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുപിട്ടിയൊരു ട്രക്കിംഗ് ആയിപ്പോയി. എന്തായാലും ഇത് പ്ലാൻ ചെയ്തിരുന്നേ ബോയിൽഡ് എഗ്ഗെങ്കിലും ഞാൻ കഴിച്ചേനെ. നോക്ക്, ഡോഗിനൊക്കെ ആയിട്ട് അവർ ട്രക്കിങ്ങിന് വന്നിട്ടുണ്ട്. നൈസ്. ദേ ഇവിടെ കിടക്കാൻ റെസ്റ്റ് എടുക്കാനുള്ള നല്ല രസമുള്ള അടിപൊളി മരം കൊണ്ട് ഉണ്ടാക്കിയൊരു ചെയറൊക്കെ കാണാം കേട്ടോ അവിടെ. നോക്കിതാ അങ്ങോട്ട് ഇനി ഒരു കാടാണ്. കാട് കയറി മുകളിലേക്ക് എത്താം. എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി വ്യൂവിലെത്തി ചേരുന്നു നമ്മൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ. ഇവിടെ നോക്കി കുറേ ഇങ്ങനെ മരമെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇലകൾ എല്ലാം വന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടോ. ആ ഒരു ഇത് കഴിഞ്ഞിട്ട്, വിൻ്റർ കഴിഞ്ഞിട്ട്. ഇതും അതെ, ക്യാമ്പിങ്ങിന് വേണ്ടി അവർ ഉണ്ടാക്കിയതായിരിക്കുമോ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റും സ്പ്രിങ്ങിലും സമ്മറിലൊക്കെ. ഇത് കണ്ടോ, ഒരു ഇതിവിടെ കൂട്ടിയിട്ടേക്കുന്നു, ഇവിടെ അങ്ങനെ ഇട്ടേക്കുന്നു, അവിടെ അങ്ങനെ ഇട്ടേക്കുന്നു. എന്തായാലും പോയി നോക്കട്ടെ. ചെളിയൊക്കെ ഉണ്ട് വഴിയിൽ. നല്ല ഇവിടെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യും. അപ്പോൾ ഇന്നലെയൊക്കെ മഴയായിരുന്നു എന്ന് തോന്നുന്നു. വഴിയിലൊക്കെ നോക്ക്, ചെളി വെളിയിന്നിരിക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. ഞാനിതാ ഈ ഒരു വഴി വന്നിട്ട് മുകളിലേക്കൊരു കുത്തനെ കയറ്റം കണ്ട് താഴേക്ക് ഇങ്ങനെ ഒരു പൈൻ ട്രീസിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഭൂമീൻ്റെ ഒരു ഘടന വെച്ചിട്ട് നേരെ പോയി കഴിഞ്ഞാൽ അവിടെയും പോയിട്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. മുകളിലേക്ക് അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ളൊരു വഴിയാണ് ഞാൻ കാണുന്നത്. പക്ഷെ എന്തായാലും ഞാൻ സ്ലോ ആയിട്ട് പോവാം. പിന്നെ അവിടെയൊക്കെ കാണുന്നത് എയർപോർട്ടാണ് കേട്ടോ. ആ കാണുന്നത് ഇവിടുത്തെ എയർപോർട്ട് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ വ്യൂവും കണ്ടോ, അവിടെ നോക്ക്, നമുക്ക് ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതേ മുകളിലേക്ക് കുത്തിനുള്ള സ്റ്റീപ്പായിട്ടുള്ള വഴിയിലൂടെ പോകുന്നുണ്ട്. പോയി നോക്കാം എന്താവും എന്നുള്ളത്. ഒരു ഐഡിയ ഇല്ല. അവിടുന്ന് ഫുള്ള് കയറ്റാണ് കേട്ടോ. നല്ലൊരു വഴി അപ്പുറം ഉണ്ടായി. പിന്നെ ഞാൻ ഈ വഴിയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി എടുത്തത്. ഈ വഴി അത്യാവശ്യം കയറ്റമുണ്ട്. പിന്നെ ഞാൻ അവിടെ 1-2 ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഡിഫിക്കൽട്ട് വേ ആണെന്ന്. അപ്പം ഞാൻ ഡിഫിക്കൽട്ട് വേ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ഇതുവഴി പൊക്കോണ്ടിരിക്കുന്നത്. ആഹാ, ഇത് മറ്റേ കൊടൈക്കനാലിലെ എന്താണ് ഗുഡാക്കേവ് പോലെ ഫുൾ മരങ്ങൾ, മരത്തിൻ്റെ വേര് കണ്ട പോണ വഴി മൊത്തം. ഓ കണ്ട, ആ കയറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ. നോക്ക് കണ്ട, ഇങ്ങനെ കയറി പോകുന്നത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. വഴിയിലൊക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ആ വഴിയാണ് പോകുന്നത്, താഴെ കൂടെ ആട്ടോ പോകുന്നത്. അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നിട്ട് കുറേ സംസാരിച്ചു. കുറേ ഡോഗ്സ് ഉണ്ട്. കണ്ണങ്ങ് ദൂരെ ഡോഗിനൊക്കെ ആയിട്ട് നടന്നു പോകുന്ന ആൾക്കാർ എല്ലാവരും ആ വഴിയാണ് പോകുന്നത്. ഞാൻ മാത്രം ഈ വഴി വന്നത്. ഒറ്റയ്ക്കായാലും പോയേക്കാം. ഈ കൊടുങ്കാറ്റിൽ ഞാൻ ഒറ്റപ്പെട്ടോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേറെ അങ്ങനെ അനിമൽസ് ഒന്നും ഉണ്ടാവില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്കൊരു ഭയങ്കര ധൈര്യമായിട്ട് കുഴപ്പമില്ലല്ലോ. അങ്ങോട്ട് നോക്കിയേ, നല്ല കയറ്റമാണ് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ ഉണ്ട് വഴിയിൽ. ആൾക്കാരൊക്കെ കാണാനെങ്കിലും ഉണ്ട്, അതൊരു സമാധാനം. ഒരു 15 മിനിറ്റ് ആയിട്ടോ ഞാൻ ഈ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ മരങ്ങളുകൊണ്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, തണുത്തതായതുകൊണ്ട്. അങ്ങോട്ടൊക്കെ നല്ല സ്റ്റീപ്പ് ഇറക്കാണ് കേട്ടോ. അതാ കയറി പോകുന്നുണ്ട്. എന്തായാലും ആൾക്കാർ പോകുന്ന വഴി തന്നെയാണ്. അങ്ങോട്ടൊക്കെ നല്ല സ്റ്റീപ്പാണ്. കണ്ടോ, അവിടെ എന്തൊക്കെ ഒരു അടയാളം പോലെ ജസ്റ്റ് ഇങ്ങനെ മരത്തിലൊക്കെ ഒരു മാർക്കൊക്കെ കാണുന്നുണ്ട്. പോയി എന്തായാലും ഒരു അടിപൊളി വ്യൂവിലെത്തും ഞാൻ. ട്രക്കിങ് ചെയ്ത് ടോപ്പെത്തുമ്പോൾ എന്തായാലും ഇത്രയും ഹൈറ്റ് കയറുമ്പോൾ ആ ഒരു അടിപൊളി വ്യൂ തന്നെ ആയിരിക്കും എത്താൻ പോണേ. കുറേ നേരമായി നടക്കുന്നു, ടോപ്പൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ നോക്ക്, മൊത്തം ട്രീസിൻ്റെ വേരുകൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ മരം ഒന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്, മരം വെട്ടിയത്. അയ്യോ ഞാൻ ക്ഷീണിച്ച്. അങ്ങ് ദൂരം അവിടെ ഇരിക്കാനുള്ളൊരു സ്പോട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ കുത്തനെ കയറ്റം കയറി വന്നു. ഇതൊക്കെ ഇതിങ്ങനെയാ കണ്ട, ക്ലിങ് അങ്ങോട്ട് നോക്കി കണ്ട, ഇങ്ങനെ ഇറക്കുക. ഇപ്പം ഞാനെന്ത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൗണ്ടൈൻസിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ കണ്ടോ, വാവ്. അവിടുന്ന് 2-3 ഡയറക്ഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ സൈക്കിളൊക്കെ ആയിട്ട് ചിലർ വന്നിട്ടുണ്ട്, സൈക്കിൾ റൂട്ടുള്ള. അപ്പോൾ ഞാനിങ്ങനെ ഏത് വഴി പോകണം എന്നുള്ള ഇതിൽ ഞാൻ പോയപ്പോൾ ഇവിടെ ഒരു വഴി കണ്ടു. ഇത് താഴത്തേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും ഈ വഴി എടുത്തിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ദേ കാടാണ്. ഇതുവഴി ഇങ്ങനെ ചെറിയൊരു വഴി കാണാം. പക്ഷേ എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു റോഡിലേക്കാണ് എത്തുന്നതെന്ന് തോന്നുന്നു. റോഡും കാണാൻ പറ്റുന്നുണ്ട്. അത് സൈക്കിൾ ചെയ്യാൻ പറ്റും, ട്രക്ക് ചെയ്യാനൊക്കെ പറ്റും. കുറച്ച് ആൾക്കാരൊക്കെ ഇതേ വഴിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ട്രക്കിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതുവഴി ഇങ്ങോട്ടും വരാം അങ്ങോട്ടും വരാം. അതുകൊണ്ട് ഇത് സൈക്കിളിനെ ഭാഗത്താന്ന് തോന്നുന്നു. ഹായ്, കണ്ടോ, ഇത് സൈക്കിളിനുള്ള റൂട്ട്. ഞാൻ ഇതുവഴി പോകുന്നു. ഇതുവഴി എവിടേക്കാണെന്ന് അറിയില്ല, പോയി നോക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വഴിയാണ് ഫോളോ ചെയ്യുന്നത്. താഴെ ഉണ്ടോ ആ ഒരു സൈക്കിൾ ചെയ്യാനുള്ള വഴി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് പിന്നെ സൺഡേ അല്ലേ, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും. ഞാനത് മറന്നു തന്നെ പോയി, സൺഡേ ആണോ ഏതാ ആഴ്ച എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അത്യാവശ്യം ആൾക്കാരെ കണ്ടപ്പോൾ എന്താ ആഴ്ചയാണെന്ന് ആലോചിച്ചപ്പോഴാണ് ഇന്ന് സൺഡേ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്കായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഞാൻ പോകുന്ന വഴി വേറെ ആരെയും കാണുന്നൊന്നുമില്ല. ഇതുണ്ടോ, താഴത്തേക്ക് ഞങ്ങൾ സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കമൊക്കെയാണ്. കണ്ടോ അങ്ങോട്ട് നോക്കി. ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തും പോയിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയി നോക്കാം. ആരോടോ ചോദിച്ചപ്പോൾ 2 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. ആർക്കറിയാം. എനിക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി കേട്ടോ. കാരണം അത്യാവശ്യം ഞാൻ പോയി, ഇപ്പോൾ കുറച്ച് ദൂരം പോയി. അപ്പോൾ കണ്ടോ അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കമാണ്. ഞാൻ എന്താ ഇതുവഴിയാണ് പോകുന്നത്. സാധാരണ ഞാനിങ്ങനെ ട്രക്കിങ്ങിനൊന്നും ഒറ്റയ്ക്ക് പോകാറില്ല. പക്ഷെ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ എന്തായാലും സിറ്റി കാണണ്ട. സിറ്റി ഓൾറെഡി ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടു. ആ സിറ്റിയിൽ അങ്ങനെ കുറേ ബിൽഡിങ്സും, ചുമ്മാ പോയി ഫോട്ടോ എടുക്കുക, അത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ കാണാൻ ഒരുപാടില്ല. പിന്നെ ഏതൊക്കെയോ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഓസ്ട്രിയയിൽ. പിന്നെ വിയന്നയൊക്കെ അടിപൊളിയാണ്. പക്ഷെ അവിടെയൊന്നും പോകാൻ എനിക്കിപ്പോൾ ടൈമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ പോവുള്ളൂ അങ്ങോട്ടൊക്കെ. ഇതൊക്കെ ഈ ഒരു ചെറിയ വഴിയിലൂടെ കേട്ടോ ഞാൻ പോകുന്നത്. ഞാൻ ഏതോ വഴി കൂടെ ഒക്കെ പോയിട്ട് ഞാനിതാ തിരിച്ചിറങ്ങാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴി കിട്ടുമെന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അടിപൊളി വഴി ഇതാണ് എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു വഴി പോയി. ആക്ച്വലി അവരൊക്കെ സംസാരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് അവരുടെ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് ഓക്കെ ആയിരുന്നെങ്കിൽ. പക്ഷേ അവർക്ക് അങ്ങനെ താല്പര്യമില്ല. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കണ്ട കുറേ ആൾക്കാരെ കണ്ടു. അധികവും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടത്. എല്ലാവരും നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ സൺഡേ ആയതുകൊണ്ട് ഇറങ്ങിയതാണ് ഓടാനും നടക്കാനും അങ്ങനെ ഒരു ഹൈക്കിംഗ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരൊക്കെ നൈസായിരുന്നു. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. എനിക്ക് തോന്നുന്നു ഓസ്ട്രിയയിലെ ലോക്കൽ ആളുകൾ കൂടുതൽ ഫ്രണ്ട്ലി ആണെന്ന്. പിന്നെ വിയന്ന പോലുള്ള വലിയ ക്യാപിറ്റൽ സിറ്റി, അങ്ങനത്തെ സിറ്റിയിലെ ആൾക്കാർ പിന്നെ കുറച്ചും കൂടെ ഇതായിരിക്കും. സിറ്റിയിലെ ആൾക്കാർ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ വില്ലേജിലെ ആൾക്കാർ എപ്പോഴും ഭയങ്കര പൊളൈറ്റാണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചു. പക്ഷെ ആരുടെയും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ആർക്കും അങ്ങനെ വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. തിരിച്ചിറങ്ങുന്ന വഴിയുണ്ടോ ഇങ്ങനെ സിക്സാഗ് ആയിട്ടാണ് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടായി ഇത് കൂടെ ഒക്കെ ചിലർ ഓടിയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഞാനിങ്ങനെ പയ്യെ നോക്കിയൊക്കെയാണ് പോകുന്നത്. കാരണം അങ്ങോട്ട് താഴത്തേക്ക് സ്റ്റീപ്പ് ഇറക്കാണ്. അപ്പോൾ നേരെ നോക്കി പോയില്ലെങ്കിൽ തലയും കുത്തി താഴേക്ക് ഉരുണ്ട് വീഴും. ഓൾമോസ്റ്റ് ഞാനിതാ താഴെ എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ വണ്ടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഞാൻ ഫുള്ള് സിക്സാഗിൽ ഇങ്ങനെ പോയിട്ടാണ് ഞാൻ താഴേക്ക് എത്തുന്നത്. കുറേ വഴികൾ പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും മുകളിലേക്ക് കയറാനൊരു വഴി കാണുന്നുണ്ട്. താഴേക്ക് ഇറങ്ങാനും വഴി കാണുന്നുണ്ട്. നോക്കിയേ, അവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രക്കിംഗ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇത്രയും ഒരു പാർക്കിംഗ് ഒക്കെ വന്ന്. ഇത് റാൻഡമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു ട്രക്കിംഗ് ആണ്. കാരണം സിറ്റിയിലേക്ക് പോകാൻ നിന്നാൽ ഞാൻ ഇപ്പോൾ ട്രക്കിങ്ങിന് പോയിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചതാ റോട്ടിലൂടെ ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന വ്യൂ നോക്കിയേ, എന്ത് രസമാണ്. വാവ്, മൊത്തം ഗ്രീനായിട്ട് ആ ഒരു വില്ലേജും എയർപോർട്ടൊക്കെ നൈസായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ഞാനിത് ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്. ആ ഒരു വില്ലേജും ആ മൗണ്ടെയിനും ആ ഒരു എയർപോർട്ട്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ട്. എന്ത് രസമാണ്. ഓപ്പൺ ആയിട്ടാണോ എയർപോർട്ട്? എയർപോർട്ടിൻ്റെ ഇതൊന്നും കാണുന്നില്ല. അത്രയ്ക്കും രസമുള്ളൊരു എയർപോർട്ട്. കുറച്ചു നേരം നടന്നിട്ട് ഞാനൊരു വണ്ടി ലിഫ്റ്റ് അടിച്ചു വെറുതെ ട്രൈ ചെയ്തതാണ്. കാരണം ഇവിടെ ഒരു കാണാൻ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഐ എം സ്പീക്കിംഗ് ഇൻ മൈ ലാംഗ്വേജ്. സോ അപ്പൊ ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ഞാൻ ഈ വണ്ടി കയറി. അപ്പൊ ഞാൻ എന്തായാലും സിറ്റിയിലേക്ക് പോകുന്നു പറഞ്ഞപ്പോൾ ആൾ അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആൾക്കാരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ലിഫ്റ്റ് അടിച്ച് പോകാനൊക്കെ ഈസിയാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആൾക്കാരും മൊത്തത്തിൽ നൈസാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പൊ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഞാൻ ആലോചിച്ച് ഇനി അവിടുന്ന് വേറെ ഏതെങ്കിലും അടിപൊളി വില്ലേജോ അങ്ങനെയൊക്കെ പോകാൻ. ഇപ്പൊ എനിക്കാണെങ്കിൽ ഓസ്ട്രിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ രീതിയിൽ. അതായത് ലിഫ്റ്റ് അടിക്കാൻ പറ്റും, ഗ്രാമങ്ങള്. സിറ്റി അല്ലാത്തതുകൊണ്ടായിരിക്കും കൂടുതൽ അങ്ങനെ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഇറ്റലിക്കാണ് ഞാൻ ഇനി അടുത്ത് പോകണം. അപ്പോൾ ഇറ്റലി ആണെങ്കിൽ മൊത്തം ഒരു സിറ്റി വൈബ്. ആ സിറ്റി വൈബ് എനിക്ക് അധികം ഇഷ്ടമല്ല. താങ്ക് യു സോ മച്ച്. ഇവിടുത്തെ വ്യൂ നോക്ക്. ആ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോകാൻ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെയൊക്കെ എന്ത് ക്ലീൻ ആയിട്ടാണ് നിൽക്കുന്നത്. യൂറോപ്പിൽ എവിടെ ചെന്നാലും നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യില്ല. കാരണം എല്ലാവരും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. വെറുതെ ഞാൻ ഇതൊക്കെ എടുത്തു കേട്ടോ. എന്താ പറയുക, ഡെയിലി പാസ്സൊക്കെ. ഞാൻ ഇപ്പോൾ നടന്നാണ് പോകുന്നത്. ആൾ എന്നെ സിറ്റിയിലേക്ക് ഇനി ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് 10 minutes ഉള്ളൂ. ആളിവിടെ ഒരാക്കി ആൾ അപ്പുറത്തെ സൈഡിലേക്കാണ് പോയത്. ഞാൻ എൻ്റെ ഇവിടുന്ന് നടന്ന് സിറ്റിയിലേക്ക് പോകുന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ ഞാനിതേ ഒരു അടിപൊളി റിവറിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ മൗണ്ടെയിനൊക്കെ നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. കുറേ ആൾക്കാർ അതുവഴി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആ ഒരു സിറ്റി എന്ത് രസമാണ്. ഭയങ്കര പീസ്ഫുൾ സിറ്റി കേട്ടോ. ഒരു സിറ്റിയാണെന്നുള്ളൊരു ഫീലില്ല. കാരണം ഇത് ഇൻസ്ബ്രുക്ക് എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു സിറ്റിയല്ല. അതുകൊണ്ടായിരിക്കും ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ഇവിടെ കുറേ ബ്രിഡ്ജിലൊക്കെ കുറേ എന്താ പറയുക, കപ്പിൾസൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അങ്ങോട്ടൊക്കെ അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. നോക്ക്, എൻ്റെ ഫുൾ വ്യൂ കണ്ട, എൻ്റെ 360 ആംഗിളിലെ വ്യൂ നോക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈവൻ ബിൽഡിങ്സും അവിടെ എന്തോ ഒരു പള്ളിയാണോ കാണുന്നത് നോക്കി. പള്ളി പോലെ എന്തോ കാണുന്നുണ്ട്. അവിടെ ഒരു ബ്രിഡ്ജാണ്, അതും കാണാൻ നൈസാണ് കേട്ടോ. ഞാനിതാ ഇതുവഴി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു റിവറിൻ്റെ സൈഡിലൂടെ നടക്കുക. എന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട് ഇതുവഴി നടക്കാൻ. ക്ലൈമറ്റ് നല്ല തണുപ്പും നല്ല ചൂടും, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഞാൻ ലേക്കിൻ്റെ സൈഡിൽ പോയില്ല കേട്ടോ. സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് സിറ്റി കണ്ടുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സിറ്റി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ട്രാം പോകുന്ന വഴിയാണ് കാണുന്നത്. ഞാൻ 24 hours ഇവിടുത്തെ പാസ് എടുത്തേക്കാണ്, ഡെയിലി പാസ്. അതാകുമ്പോൾ നമുക്ക് ട്രെയിൻ എടുക്കാം, ബസ് എടുക്കാം, എല്ലാ ട്രാൻസ്പോർട്ടേഷനും നമുക്ക് പോകാൻ പറ്റും എങ്ങോട്ട് വേണമെങ്കിലും കേട്ടോ. മൗണ്ടെയിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സിറ്റിയാണ് ഇൻസ്ബ്രുക്ക് കേട്ടോ. ഇത് നോക്കിയേ, സിറ്റി കാണാൻ തന്നെ നൈസാണ് കേട്ടോ. എല്ലാം ഒരു ഗ്യാപ്പ് പോലുമില്ല ഒരു ബിൽഡിങ്ങിൽ. ഇതൊരെണ്ണം എല്ലാം ഒരൊറ്റ വരിയിലാണ് കേട്ടോ. വേറെ പെയിൻറ്റിങ് മാത്രമാണ് ആകെ മാറ്റമുള്ളൂ. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റിയാണ് കേട്ടോ ഇൻസ്ബ്രുക്ക്. എന്താ ഇതുവഴി ഇങ്ങനെ ഈ രസമുള്ള ബിൽഡിങ്സൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളും ഫ്രണ്ട്ലിയാണ്, എല്ലാവരും ഹാപ്പി സെറ്റാണ് കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. കാരണം എല്ലാവരും വീട്ടിലും വേറെ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും, ലീവൊക്കെ ആയതുകൊണ്ട്. അങ്ങോട്ട് നോക്ക്. ഇത് എല്ലാം ഒരേപോലെ അറ്റം വരെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാനിതപ്പോൾ സെൻറ്ററിലെത്തിയിട്ടുണ്ട്. ഇൻസ്ബ്രുക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ കൂടുതൽ രസമുണ്ട് കേട്ടോ. അതെ, കറക്റ്റ് ഈ ഒരു സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കുന്നു. നേരത്തെ ഞാൻ അവിടുന്ന് ഒരു പള്ളി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നില്ലേ, ആ പള്ളിയാണ് ഈ പള്ളി. ആ ബ്രിഡ്ജും ആ സ്ഥലത്തേക്ക് ഞാൻ കറങ്ങി, ഏതൊക്കെയോ വഴി കറങ്ങി ഞാനിവിടെ എത്തി. കൊള്ളാട്ടാ. ഇതാണ് കറക്റ്റ് സെൻറ്റർ ഭാഗം. നോക്കി, ഈ ഒരു സിറ്റീൻ്റെ പുറകിലുണ്ടോ മൊത്തം മൗണ്ടെയിൻസ്. അങ്ങ് ദൂരെയൊക്കെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടൊക്കെ കയറി ചെല്ലാൻ തോന്നുന്നുണ്ട് കാണുന്ന സമയത്ത്. നല്ല വ്യൂവും നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്ക്,
ഞാനിവിടെ ഒരു ഹാർഡ് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കഫേയിൽ വന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നോക്കി അത് മൈക്കിൾ ജാക്സൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒറിജിനൽ ഷൂ ആണ് അവിടെ കാണുന്നത്. അത് ഈ ഒരു കഫേയിൽ എന്താ പറയുക, അവർ സ്പോൺസർ ചെയ്ത പോലെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കറക്റ്റ് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് പോയി. ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും ആ ഫ്ലൈറ്റ് എത്തേണ്ടടുത്ത് എത്തിയിട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു അത്. വീഡിയോയിൽ അത് എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നോക്കി നല്ല രസമില്ലേ. അപ്പം ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കണം, എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ റൂമിൽ നിന്ന് ലേറ്റായി, ഉച്ചയായി എണീച്ചപ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് വന്ന് റെഡി ആയിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വളരെ പീസ്ഫുള്ളായി നിൽക്കുമ്പോൾ കിളി പോകണം, അത്രയും വിശക്കുന്നുണ്ട്. ഞാനിവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്, ഞാനിങ്ങനെ കണ്ടു. അത് തപ്പി ഇറങ്ങിയതാണ്. ആദ്യം എന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടെ. ഞാനിവിടെ സാലഡും പിന്നെ ചിക്കനും എഗ്ഗുമായിട്ടുള്ള എന്തോ ഒരു സംഭവവും പിന്നെ ഞാനിവിടെ ഒരു ബ്ലൂബെറിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 euro ആയിട്ടുണ്ട്. അവിടെ എന്തൊട്ടാലും ആ ഒരു പൈസയാവും. പക്ഷേ 10 euro എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു 50 രൂപ ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. ഞാൻ ആ ബ്ലൂബെറി കുറേ കഴിച്ചു. ഇതെനിക്ക് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്തൊക്കെയോ ടൈപ്പല്ല, വേറെ അതിൽ ഡ്രസ്സിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ബിറ്റർ ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇലയൊന്നും തിന്നില്ല. ഇത് ഒരു ലോഡ് ഇലയുണ്ട്. ഞാൻ ആ എഗ്ഗും പിന്നെ ആ ഒരു ചിക്കൻ്റെ ചെറിയതും അത് മാത്രം കഴിച്ചു. ഇവിടുന്ന് ആ മൗണ്ടെയിൻ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്ക്, ഭയങ്കര അടിപൊളി. ആ ഒരു സിറ്റീൻ്റെ പുറകിൽ ഫുൾ മൗണ്ടെയിൻസ്. അപ്പം ഞാനിത് കൊണ്ടുപോയി ഡസ്റ്റ്ബിനിലെടുത്തെ. എന്തായാലും എന്നെ കൊണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ കട എന്തോ ഫേമസ് ഐസ്ക്രീം കടയാണെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഐസ്ക്രീം മേടിച്ച് കഴിക്കട്ടെ. അത് വലിയ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ബെറി മാത്രം കഴിച്ചു. എനിക്കെന്തല്ല സാധാരണ ഗ്രീൻ ലീഫ് സാലഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിലൊന്നുമില്ല, ഭയങ്കര ഇതായിട്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കളയുന്നത്. അല്ലെങ്കിൽ ഞാൻ അത് കളയൂലായിരുന്നു. വെറുതെ എൻ്റെ 10 euro കൊണ്ട് കളഞ്ഞു. ഇവിടെ അതാ പ്രശ്നം. നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ടാസ്ക് അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ പൈസ വെറുതെ പോവും. പിന്നെ ഫുഡ് കഴിക്കാനും പറ്റില്ല, വെറുതെ കളയണം. ഇവിടെ നോക്കട്ടെ, അവിടെ ആ ഒരു അയ്യോ ഐസ്ക്രീമിനുള്ള ക്യൂ ആണ് കേട്ടോ അത്. ഇവിടെ ഇരിക്കുന്നവർ മൊത്തം ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാനിതാ അവിടെ പോയി ഐസ്ക്രീം ക്യൂ നിന്നിട്ട് മേടിച്ച് കഴിക്കട്ടെ. ഒരു ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്, കോണും അല്ലാത്തതും ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിതാ തോമസ് സെല്ലിയിൽ പോയി കഴിക്കട്ടെ. എന്തൊരു തിരക്ക്. ഞാനിവിടെ ലോട്ടസ് കാരമൽ ക്രഞ്ച് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ലോട്ടസ് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഫ്ലേവറും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ മേടിച്ചത്. പിന്നെ സ്നിക്കേഴ്സിൻ്റെ ഉണ്ടായിരുന്നു, അതും ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ മേടിച്ചില്ല, ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഇതിന് 2.20 euro ആണ് കേട്ടോ ഉള്ളത്. നല്ല രസമാണ് ഈ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കഴിച്ച് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നൈസ്. ഇത് നോക്കി കുറച്ച് സൈക്ലിസ്റ്റുകൾ വന്നിട്ട് സൈക്കിളൊക്കെ ഇങ്ങനെ കിടത്തി വെച്ചിട്ട് നിലത്തിരിക്കുന്നത്. അവർ ഫുള്ള് ഓൾറെഡി ഓഫ് റോഡൊക്കെ പോയതാണ്. കാരണം മൗണ്ടെയിൻ ബൈക്സാണ് കാണുന്നത്. സൈക്കിളിൻ്റെ ടയർ ഉണ്ടല്ലേ, മൗണ്ടെയിൻ്റെ ടയറാണ്. അപ്പോൾ അവർ നിലത്തിരിക്കുക. ഓൾറെഡി മൊത്തം ചെളിയാണ്. നിലത്തിരുന്നിട്ട് അവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ആഹാ, എന്താ വൈബ്, അടിപൊളി കേട്ടോ, നൈസ്. ഈ ഐസ്ക്രീം കഴിച്ച് തീരുമ്പോഴേക്കും ഞാൻ ഫ്രീസാവും തോന്നുന്നുണ്ട്. ഭയങ്കര തണുപ്പ്. ഈ തണുപ്പിൽ ഞാനിങ്ങനെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ടാസ്ക് ആവുന്നുണ്ട്. വിറയ്ക്കും കേട്ടോ ഞാൻ. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ പോയപ്പോൾ തണുപ്പ് കൂടി. ഇപ്പോഴാണ് ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത്. എല്ലാവരും ഇവിടെ ഐസ്ക്രീം കഴിക്കാം. ഞാനിതാ ഇവിടുന്ന് ഈ ഇൻസ്ബ്രുക്കിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഇവിടുന്ന് ബസ് കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് എന്നും പറഞ്ഞിട്ടുള്ളൊരു ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പിലൊരു വ്യൂയിലേക്ക് എത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു ബസ് ഇവിടെ നിന്നാണെന്ന് ഞാൻ നോക്കിയോട്ടെ. ഇവിടെയും നല്ല രസമുള്ളൊരു സ്ട്രീറ്റൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ മൊത്തം തിരക്കായിരിക്കും. നമുക്ക് ഭയങ്കര വഴിയിലൊക്കെ പാട്ടൊക്കെ പാടി ആൾക്കാരൊക്കെ ഇരിക്കണ്. നമുക്ക് ഫുൾ വൈബ് കേട്ടാ. ബിൽഡിങ്സൊക്കെ നോക്കി നല്ല രസം കേട്ടോ. ഇത്രയും രസമുള്ളൊരു സിറ്റി ഞാൻ വേറെ കണ്ടിട്ടില്ല. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് അടിപൊളി. ഞാനപ്പോൾ ബസ് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. ഞാനത് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വഴി കാണുന്നുണ്ട്. റൈറ്റിലേക്കൊരു വഴി കാണാം, ലെഫ്റ്റിലേക്കൊരു വഴി കാണാം. കുറേ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും വഴി പോയി നോട്ടെ. അതിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഞാനിതാ വേറെ ഏതോ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ വൻ വൈബ്. ആ പള്ളിയിലെ മണിയടിക്കുന്ന സൗണ്ടും മൊത്തത്തിൽ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൗൺ ഞാനിപ്പോൾ യൂറോപ്പിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു
പീസ്ഫുൾ കാമായിട്ടുള്ള അടിപൊളി ഒരു ചെറിയൊരു ടൗൺ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇൻസ്ബ്രുക്കാണ് കേട്ടോ. ഇത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്, ഭയങ്കര രസമില്ലേ കാണാൻ. കാരണം നല്ല രസമുള്ള ബിൽഡിങ്സും ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സും ആ മൗണ്ടെയ്ൻസിലെല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന തന്നെ ഭയങ്കര രസമുണ്ട് കാണാൻ. വാവ്, ബ്യൂട്ടിഫുൾ. നമുക്ക് ആക്ച്വലി അവിടെ കുറേ വില്ലേജസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ. നമുക്ക് കണ്ടോ ആ ടോപ്പിൽ വില്ലേജസ് ഉണ്ട്. അപ്പം അങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പോകുന്ന ആ ഒരു ഏരിയയിലേക്കാണെന്ന് തോന്നുന്നു. ബസ് കയറിയിട്ട് ഒരു ബസ് എടുത്ത് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻസ്ബ്രുക്ക് മൊത്തം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ എവിടെയാണ് എന്നുള്ളത്. ഞാൻ ജെ ബസ്സും തപ്പി ഞാൻ കുറേ നടന്നു, എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഏതോ ഒരു പാർക്കിലെത്തി. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇവിടെ ഒന്നും ആക്ച്വലി അവർക്കറിയാൻ പാടില്ല. ഞാനിവിടെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. ഇതൊക്കെ നോക്ക്, ആ ഒരു വില്ലേജൊക്കെ മൗണ്ടെയിൻ്റെ സൈഡിലേക്കാണ് ഉള്ളത്. അപ്പോൾ ബസ് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പറ്റുമോ എന്ന് നോക്കട്ടെ. അവിടെ നോക്ക്, ഒരു ചെസ്സ് കളിക്കുന്നുണ്ടോ ആൾക്കാർ, അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. നോക്ക് കണ്ടോ, അവിടെ ആക്ച്വലി വലിയൊരു സംഭവം അതിലവർ കളിക്കുന്നത്. നൈസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ ഓടിക്കുന്നു, കുറേ ഡോഗ്സിനൊക്കെ ആയിട്ട് നടക്കുന്നു. അടിപൊളിതേ ഇവിടെയും ഒരു ചെസ് കളിക്കുന്നൊരു സംഭവമുണ്ട്, ഇവിടെയുണ്ട്. ഓ, ഇത്രയും വലുതവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് കളിക്കുക, ഇത്രയും വലുതവർ മാറ്റി വെക്കൂലേ. ആഹാ, കൊള്ളാം. ആ പാർക്കിലൂടെ ഞാൻ നടന്നിട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂവിലാണ് ഞാൻ എത്തിയെന്നറിയോ. നോക്കിയേ എന്ത് രസാ അല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നോക്ക്, ഈ ഒരു വെള്ളവും ഇത് മൊത്തത്തിൽ കാണാൻ ഭയങ്കര അടിപൊളിയായിട്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ആ കണ്ട ലേക്കിൻ്റെ ആ ഒരു സൈഡിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളതെന്ന് കേട്ടോ. കാരണം നേരത്തെ ഞാൻ വേറൊരു സൈഡിൽ നിന്ന് ആ ഒരു ലേക്ക് കണ്ടിട്ടുണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇൻസ്ബ്രുക്ക്, ഓസ്ട്രിയ കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എവിടെ നിന്ന് നോക്കുമ്പോഴും എന്ത് രസമാണ്. ആളുകളൊക്കെ മൊത്തം ഹാപ്പി ആയിട്ട് അവർ നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്സാണ്. മറ്റേത് ഓരോ ആൾക്കാർ നമ്മളടുത്ത് മിണ്ടൂല, ചിരിക്കൂല, അപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലിങ്സാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു വൈബും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എന്ത് രസമല്ലേ. ഇവിടെ ഇപ്പം എന്തോ ലോക്ക് ചെയ്തിട്ടുണ്ട്. മുന്നേ എനിക്ക് തോന്നുന്നു ഇതുവഴി ഇറങ്ങായിരുന്നു എന്ന്. പക്ഷേ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. ആ വീട്ടിൽ നിന്നൊക്കെയുള്ള വ്യൂ ഒക്കെ നൈസായിട്ടുണ്ടാവില്ലേ, അടിപൊളി. നോക്കി, വാവ്, ഇത് നോക്കി, ഈ സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കൾ നട്ട് വളർത്തിയത് കാണാം. എനിക്കിവിടെ ആസ്വദിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. നോക്കി എന്ത് രസമാണ് ആ പാലവും. ഓ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണേ, നല്ല രസമുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്ന് കുറേ നേരമായി ഞാൻ ഈ പാലത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. വെള്ളം ഇങ്ങനെ ഒഴുകണതും ആ വീടുകളുടെ കളർഫുള്ളായിട്ടുള്ള വീടുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ. ചുറ്റുമൊന്ന് നോക്കിയേ, അടിപൊളിയല്ലേ. അവിടുന്ന് ഞാനിതേ വേറെ സൈഡിലെത്തി. ഓരോ സൈഡെത്തുമ്പോഴും അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നുണ്ടോയെന്ന് സംശയം. ഇതിങ്ങനെ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ സൈഡിലെല്ലാം കുറേ കഫേസ് ഉണ്ട്. എല്ലാവരും വൈനും ബിയറൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, നൈസാണേ, കണ്ടോ എന്ത് രസമാണ് കാണാൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഫൈനലി എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോർത്ത് കെറ്റ് എന്നിലേക്കുള്ള ബസ് കിട്ടി. ഞാനപ്പോൾ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10-15 മിനിറ്റ് എടുക്കുന്നു തോന്നുന്നു ടോപ്പിലെത്താനായിട്ട്. അടിപൊളി വ്യൂ ആയിരിക്കും പോകുന്ന വഴിക്കൊക്കെ കേട്ടോ. ഞാനും ഈ ഒരു ഇൻസ്ബ്രുക്കിൻ്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടി മുകളിലേക്ക് പോവാം. ഞാനത് ആ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഞാൻ കാണാൻ വേണ്ടി പോവാണ്. എനിക്ക് സൈഡിൽ നിന്നൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരെ നടന്ന് പൊക്കോട്ടെ. ഇതാണ് ഞാൻ ടോപ്പിലെത്തിയ കാണുന്ന വ്യൂ. എൻ്റെ ഞാനെങ്ങാനും ബസ് കിട്ടാതെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റില്ലായിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. ഇവിടെ കേബിൾ കാറൊക്കെ ഉണ്ട് കേട്ടോ. അതേ കേബിൾ കാറാണ് ആ പോകുന്നത് കാണുന്നത്. നോക്ക് എന്ത് രസമാണ്. ഓ, ആ ഒരു നേരത്തെ ഞാൻ ആ ബ്രിഡ്ജിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. ഓ, ഇവിടെ ഇൻസ്ബ്രുക്ക് മൊത്തമായിട്ട് നമുക്ക് കാണാം. വാവ്.
കണ്ടിട്ട് എനിക്ക് ബോറടിക്കുന്നേ ഉണ്ടായില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാനിത് കുറേ നേരം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഞാൻ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വ്യൂവിനോടൊക്കെ ഞാൻ ബായ് പറയുവാണ്. അവിടെയൊക്കെ കണ്ടോ ആ ഒരു സണ്ണിങ്ങനെ പോയതിൻ്റെ ഒരു രസം. ഭയങ്കര അടിപൊളിയായത്. കണ്ണുകൊണ്ട് കണ്ടാലേ അതിൻ്റെ ആ ഒരു റിയൽ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. തിരിച്ച് ഞാനിത് ആ താഴെ എത്താനായിട്ടുണ്ട് കേട്ടോ. ആ ബസ്സിൽ തന്നെ ആരുമില്ല, അധികം ആരുമില്ല കേട്ടോ. നല്ല വ്യൂ ഒക്കെ കണ്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനിതാ തിരിച്ച് ആ ഒരു സ്ക്വയറിൽ തന്നെ എത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.